Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ പ്രിസംസ് അഥവാ സ്തംഭങ്ങളിലെ പേജ് നമ്പർ 203ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: The base of a prism is a triangle with sides 4 cm, 13 cm and 15 cm and its height is 25 centimeters. Calculate its lateral surface area and total surface area. ഇവിടെ ഒരു ട്രയാങ്കുലർ പ്രിസം ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കുലർ പ്രിസം വരയ്ക്കാം. ഇവിടെ ട്രയാങ്കുലർ പ്രിസം വരച്ചിട്ടുണ്ട്. ബേസ് ആയിട്ട് വന്ന ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ, 15 സെന്റിമീറ്ററും. ഇതിന്റെ ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും വേണം. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനായിട്ട് നമുക്കറിയാം, ബേസ് പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതായത് പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ബേസ് പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ബേസ് പെരിമീറ്റർ കാണാം. ഈ 3 സൈഡും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ പാദ ചുറ്റളവ് നമുക്ക് 32 സെന്റിമീറ്റർ കിട്ടി. ഇൻറ്റു ഹൈറ്റ് 25 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ 32നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 800 സെന്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കൂടി കാണണം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പ് എങ്ങനെ കാണാവുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 2 ബേസ് ഏരിയ കൂട്ടിയാൽ മതി. 2 ടൈംസ് ബേസ് ഏരിയ. അപ്പോ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് 800 കിട്ടി. അതിന്റെ കൂടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാല് പാദ പരപ്പളവ്. ഈ പാദ പരപ്പളവ് നമുക്ക് കാണണമല്ലോ. ഇവിടെ ത്രികോണമാണ്, ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. 3 സൈഡ്സ് തന്നിട്ടുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഇനി ബേസ് ഏരിയ എങ്ങനെയാ കാണുന്നത്? ബേസ് ഏരിയ ഈക്വൽ ടു, ഞാനിവിടെ എഴുതാം, 3 സൈഡ് തന്നാല് എസ് ഇൻറ്റു ഫോർമുല എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. അപ്പൊ എസ് എങ്ങനെ കാണാം? ഇത് പെരിമീറ്റർ ആണ് അല്ലെ, 32. എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. ചുറ്റളവിന്റെ പകുതി. അപ്പൊ 32ന്റെ പകുതി എത്രയാണ്? 16 അല്ലെ. അപ്പൊ 16 എസ് 16 കിട്ടി. 16 ഇൻറ്റു 16 മൈനസ് ആദ്യത്തെ സൈഡ് 4 ഇൻറ്റു 16 മൈനസ് രണ്ടാമത്തെ സൈഡ് 13, മൂന്നാമത്തത് 16 മൈനസ് 15. ഇനി 16 ഇൻറ്റു 16 4 പോകുമ്പോ 12 ഇൻറ്റു 16 3 പോയപ്പോ 3, 16 15 പോയപ്പോ 1. ഇനി ഇതെങ്ങനെയാ കാണുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, റൂട്ട് ഓഫ് 16ന്റെ റൂട്ട് നമുക്കറിയാം 4 ആണ്. അതങ്ങനെ തന്നെ എഴുതി. ഇനി 12നെ 4 ഇൻറ്റു 3 എന്ന് എഴുതാവല്ലോ. ഇൻറ്റു 3 കൂടെ, ഈ 3. അപ്പൊ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 16ന്റെ റൂട്ട് 4 ആണ്, 4ന്റെ റൂട്ട് 2 ആണ്. പിന്നെ 2 പ്രാവശ്യം 3 വന്ന് റൂട്ടും ഉള്ളതുകൊണ്ട് ഒരു 3 പുറത്തേക്ക് എഴുതുക. 4 2s are 8, 8 3s are 24 എന്ന് വന്നു. ബേസ് ഏരിയ 24. ഈ ബേസ് ഏരിയ പാദ പരപ്പളവിന്റെ സ്ഥാനത്ത് നമുക്ക് 24 കൊടുക്കാം. അപ്പൊ 800 പ്ലസ് 2 ഇൻറ്റു 24 ഈക്വൽ ടു, നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ട് ആഡ് ചെയ്യാവുള്ളൂ. അപ്പൊ 2 24s are 48 ആണ്. ആൻസർ 848 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി.
ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 204 ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 120 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അതിൽ 3 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഇതാണ്: വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് എ റോംബസ് മെയ്ഡ് ബൈ ജോയിനിങ് 2 സച്ച് ട്രയാങ്കുലർ പ്രിസംസ്. അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ബേസ് ആയിട്ട് വരുന്ന ഒരു പ്രിസം, അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് 3 സൈഡിലുള്ള ഏരിയ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 120 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് കിട്ടും. ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ഇതുപോലത്തെ 2 ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ചേർത്ത് വെക്കുക. ചേർത്ത് വെക്കുമ്പോൾ ബേസ് ഒരു റോംബസ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാനിവിടെ വരച്ച് കാണിക്കാം. അങ്ങനെയുള്ള ആ പ്രിസത്തിന്റെ, പുതിയ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. അതായത് പുതിയ പ്രിസത്തിന്റെ ബേസ് ഈ ഷേപ്പ് വരും. ഇതാണല്ലോ റോംബസ്. സമഭുജ സാമാന്തരികം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താന്ന് നോക്കാം. വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് ആൻഡ് ഐസോസ്ലസ് ട്രപ്പീസിയം മെയ്ഡ് ബൈ ജോയിനിങ് 3 സച്ച് ട്രയാങ്കുലർ പ്രിസംസ്. അതായത് ഇതുപോലത്തെ 3 ട്രയാങ്കുലർ പ്രിസം, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ ബേസ്, അങ്ങനത്തെ 3 ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ബേസ് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം ആയിട്ട് വരും. അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വരയ്ക്കാം. ഇതാണ് ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ 3 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം വിത്ത് ബേസ് എ റെഗുലർ ഹെക്സഗൺ മെയ്ഡ് ബൈ ജോയിനിങ് 6 സച്ച് ട്രയാങ്കുലർ പ്രിസംസ്. അതായത് ഇതുപോലത്തെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ചേർത്ത് വെച്ച് ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കിയാൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതും കൂടെ നമുക്ക് വരയ്ക്കാം, അതിന്റെ ബേസും കൂടെ വരയ്ക്കാം. ഇതിന്റെ 3ന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തേത് ഇത്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തെ. അപ്പോ ഇതെല്ലാം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ 120 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 ലാറ്ററൽ ഫേസസ് ആണല്ലോ ഉള്ളത്. പാർശ്വമുഖങ്ങൾ 3 ആണല്ലോ. അത് 3 കൂടെ കൂട്ടുമ്പോഴാണല്ലോ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ഈക്വൽ ടു 120 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഒരു ഫേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഏരിയ ഓഫ് 1 ഫേസ് ഈക്വൽ ടു 120/3, അതായത് 40 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. എന്തിനാ ഇത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ട്രയാങ്കുലർ പ്രിസത്തിന്റെ കൂടെ ഇങ്ങനെ വേറെ അടുത്ത ട്രയാങ്കുലർ പ്രിസം ചേർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ഫേസ് കാണുന്നില്ല, അതായത് ഈ നടുക്കൂടെ വരുന്ന ആ ഒരു ഫേസ്, താഴോട്ട് വരുന്ന ആ ഒരു ഫേസ് കാണുന്നില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളതാണല്ലോ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 1, 2, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, 1, 2, 3, 4, ഈ 4 ഫേസസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരെണ്ണത്തിന്റെ ഏരിയ അറിയാമെങ്കിൽ 4ന്റെ കൂടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4 ടൈംസ് ആണല്ലോ. അപ്പം ഫസ്റ്റ് ഫിഗറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 ടൈംസ് ഒരെണ്ണത്തിന്റെ ഏരിയ 40, അതായത് 4 4s are 16, 160 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇനി അതേപോലെ നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. ഈ രണ്ടാമത്തേൽ ഏതൊക്കെ ഫേസസ് കാണുന്നുണ്ട്? അതായത് ഈ പുറത്തുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. 1, 2, 3, 4, 5. ഇവിടെ ഈ ബേസ് എന്ന് പറയുന്നത് 2 ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ സൈഡുകളായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും 2 ആക്കി കൂട്ടുക. കാരണം ഒരെണ്ണത്തിന്റെ 40 ആണ് നമുക്കറിയാം.
അപ്പൊ അടുത്തതും 40 ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് 5 എണ്ണം വന്നത്. അല്ലാതെ 5 സൈഡ് ഇതിനില്ല, 4 സൈഡേ ഉള്ളൂ. പക്ഷേ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഇത്രേ ഭാഗമേ വരുന്നുള്ളൂ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസത്തിന്റെ. അതുകൊണ്ടാണ് ഇവിടെ 5 വരെ വന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു 5 times 14 എഴുതാം. 5 4s are 20, so 200 square centimeter എന്ന് രണ്ടാമത്തെ ഉത്തരം വന്നു. ഇനി മൂന്നാമത്തെ ഉത്തരം എന്താന്ന് നോക്കാം. ഇതിനകത്ത് എത്ര ഫേസുകൾ പുറത്ത് കാണാം നോക്കാം. 1 2 3 4 5 6. ഇവിടെ 6 ഫേസസ് നമുക്ക് പുറത്തുനിന്ന് കാണാം. ബാക്കിയുള്ള ഈ അകത്തൂടെയുള്ള ഫേസസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 into 40, ഒരെണ്ണത്തിന്റെ 40 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. 6 4s are 24 ആണ്. സോ 240 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം ചെയ്യാം. 5ാമത്തെ ചോദ്യം ഇതാണ്. 6 sheets of metal, each of square of sides 10 centimeters are joined to make a cube. ഇവിടെ 6 മെറ്റൽ ഷീറ്റ് ഉണ്ട്. ഷീറ്റ് എന്ന് പറയുമ്പോൾ തിക്നെസ് ഇല്ലല്ലോ, കനമില്ല. വാട്ട് ഈസ് എ ടോട്ടൽ സർഫസ് ഏരിയ? ഒന്നാമത്തെ ചോദ്യം. ഹൗ മച്ച് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ? ഇപ്പോൾ നമുക്കറിയാം ഓരോ സൈഡിന്റെയും നീളം 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതൊരു ക്യൂബാണ് അല്ലെ? അപ്പൊ നമുക്കൊരു ക്യൂബിനെ വരയ്ക്കാം. ഞാൻ ഇവിടെ ക്യൂബ് വരച്ചിട്ടുണ്ട്. ഓരോ സൈഡും 10 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 വശങ്ങളാണുള്ളത്. ഇവിടെ 6 ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അകം പൊള്ളയാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പ്. ഇനി 6 വശവും തുല്യമായതുകൊണ്ട് ഒരെണ്ണത്തിന്റെ ഏരിയ അറിയാമെങ്കിൽ നമുക്ക് 6ന്റെയും ഏരിയ കണ്ടുപിടിക്കാം. 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 ഇൻറ്റു ഓരോ സൈഡും സ്ക്വയർ ആണ്, സമചതുരമാണ്. അപ്പോൾ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം ഗുണം വശം. അപ്പോൾ ഇവിടെ 6a² നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 6 ഗുണം സൈഡ് എന്ന് പറയുന്നത് 10 ആണ്. 10 ഗുണം 10. 10 10s are 100. 100 into 60, 600 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെ, സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇതിനകത്ത് എന്തുമാത്രം വെള്ളം കൊള്ളും? ഇതകം പൊള്ളയാണെന്ന് പറഞ്ഞല്ലോ. വെള്ളം കൊള്ളുന്ന പറഞ്ഞാൽ വോളിയം അഥവാ വ്യാപ്തമാണ് കാണേണ്ടത്. വ്യാപ്തം V ഈക്വൽ ടു, ഇനി നമുക്കറിയാം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വ്യാപ്തം. ബേസ് ഏരിയ, ബേസിന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ആണ്. ബേസും എല്ലാ സൈഡും സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ A ഇൻറ്റു A ആണ്. ഇൻറ്റു ഹൈറ്റും A തന്നെയല്ലേ, കാരണം അതും 10 തന്നെയാണല്ലോ. അല്ലെങ്കിൽ A³ എന്ന് എഴുതാം. ഇപ്പൊ 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഇപ്പോ നമുക്ക് 1000 സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ എന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഇതിനെ ലിറ്ററിൽ കണ്ടുപിടിക്കണം, എന്തുമാത്രം വെള്ളം കൊള്ളുന്ന. അപ്പൊ ലിറ്ററിലാണ് കാണേണ്ടത്. പക്ഷെ നമുക്കറിയാം 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആകുന്നത് അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാല് 1000 ലിറ്റർ ആണ്. അപ്പൊ എന്താ, സെന്റിമീറ്ററിൽ കിടക്കുന്നതിനെ മീറ്റർ ആക്കണം. ഇതെല്ലാം സെന്റിമീറ്ററിലാണ്. 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എങ്കിൽ 10 സെന്റിമീറ്റർ എന്ന് പറയുന്ന 1/10 മീറ്റർ ആണല്ലോ. അപ്പൊ 1/10 ആദ്യത്തേന് 1/10 ആക്കി, രണ്ടാമത്തതും 1/10 മീറ്റർ ആയി, മൂന്നാമത്തെ 10ഉം 1/10 മീറ്റർ ആയി. കാരണം ഇതെല്ലാം സെന്റിമീറ്റർ ആണ്, അതെല്ലാം മീറ്ററിലോട്ട് മാറ്റി. അപ്പൊ ഇതിനെ നമുക്ക് 1/1000 മീറ്റർ ക്യൂബ് എന്ന് എഴുതാമല്ലോ. ഇനി 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണെങ്കിൽ 1/1000 മീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആകും? 1/1000 ഗുണം 1000. അപ്പൊ 1000 വെട്ടിപ്പോയിട്ട് 1 ലിറ്റർ എന്നെഴുതാം. അതായത് ഈ ക്യൂബിനകത്ത് 1 ലിറ്റർ വെള്ളം കൊള്ളും. എല്ലാവർക്കും മനസ്സിലായല്ലോ?